എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. നമ്മളെല്ലാവരും പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്, അല്ലേ? എല്ലാവരോടും നമ്മൾ റെസ്പെക്റ്റ് കാണിക്കണം, എന്നാലേ നമുക്ക് തിരിച്ച് റെസ്പെക്റ്റ് ഉണ്ടാവൂ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അതിനോട് ചേർത്ത് വെക്കാൻ സാധിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. പ്രവാസികൾക്ക് പൊതുവെ വെള്ളി, ശനി, ഞായർ തുടങ്ങിയുള്ള ദിവസങ്ങളിൽ ഇപ്പം ഞങ്ങൾക്ക് ഓഫ് വെള്ളിയും ശനിയുമാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ സാധാരണ വൈകിട്ട് ചിലപ്പോൾ പുറത്തു പോകാറുണ്ട്. ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കാനും കയറാറുണ്ട്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നു. അതിനുശേഷം ഫുഡിൻ്റെ ഓർഡറൊക്കെ പ്ലേസ് ചെയ്തു. ഓർഡർ പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾ പിന്നെ സമയം പോകാനായിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ചെറുതായിട്ട് കുസൃതി ചോദ്യങ്ങളും കടങ്കഥകളും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത ടേബിളിൽ കുറച്ച് പേര് ഇത് ഭക്ഷണം കഴിച്ചിട്ട് അവർ എണീറ്റ് പോകുന്ന സമയത്ത് അവിടെയുള്ളൊരു ചേട്ടൻ വന്നിട്ട് അത് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു ആ ടേബിള്. ആ സമയത്ത് ഞങ്ങളിവിടെ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി, അതിൻ്റെ ആൻസർ ആ ചേട്ടൻ എന്നെ ആംഗ്യ ഭാഷയിൽ കാണിച്ചു. അപ്പോൾ ആ കാണിച്ച ആൻസർ കറക്റ്റ് ആൻസർ ആയതുകൊണ്ട് ഞാൻ കറക്റ്റ് ആണെന്ന് തിരിച്ച് കാണിക്കുകയും ചെയ്തു. പക്ഷേ ആ ചേട്ടനത് ഓപ്പണായിട്ട് വളരെ ലൗഡായിട്ടൊന്നും പറഞ്ഞില്ല. അതിങ്ങനെ ജസ്റ്റ് ആംഗ്യത്തിൽ കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അന്നത്തെ ദിവസം തൊട്ട് ഇതൊരു അനുഭവമായിട്ട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ഇടാം. കാരണം നമ്മളിൽ ആരെങ്കിലുമൊക്കെ ഈ ഫീലിംഗ് ഉണ്ടായിരുന്നു കാണും. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർ അവർ വന്നിട്ട് അവരുടെ ഫാമിലിയൊക്കെ വിട്ട് ഇവിടെ വന്ന് ജോലിയൊക്കെ ആയിട്ട് കയറുന്നതാണ്. അപ്പോൾ അവരും അവരുടെ ഈ ഫാമിലി മൊമെൻറ്റ്സൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. ഒരുപക്ഷെ ആ ചേട്ടൻ്റെ ഫാമിലിയുടെ ഒപ്പമോ കുട്ടികളുടെ ഒപ്പമോ ഇരുന്നിട്ട് ചിലപ്പോൾ കളിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുട്ടികൾ ഈ ചോദ്യം ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞു കഥ അതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കാം. എന്തായാലും ആ ചേട്ടൻ അതിന് മറുപടി പറഞ്ഞപ്പോഴത്തേക്കിനും എനിക്കും തോന്നി നമ്മൾ അവരെ ഒരു ഫാമിലി ആയിട്ട് കാണണം. ഇപ്പം ഏത് ജോലിക്കും അതിൻ്റേതായ ഒരു മഹനീയത ഉണ്ടല്ലോ. അതുപോലെയാണ് ഇത്. എത്ര കുഞ്ഞു ജോലിയാണെങ്കിലും അവരാ ജോലി ചെയ്യുന്നത് അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നമ്മുടെ ഒരു വാക്ക് മതിയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ ചേട്ടാ എന്നാ ഉണ്ട് എന്ന് കടയിലോട്ട് നമ്മൾ കയറുമ്പോൾ ചോദിക്കത്തില്ലേ, എന്നാ വിശേഷം ചേട്ടാ, സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് അവരുടെ ലൈഫിലുണ്ട്. കാരണം വളരെ കുറച്ച് ആൾക്കാരെ അങ്ങനെ ചോദിക്കുന്നുണ്ടാവുള്ളൂ. ജസ്റ്റ് ഒരു ചിരിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യമായിരിക്കാം. അന്നത്തെ അവരുടെ ആ ദിവസം നന്നാവാനായിട്ട് അത് മാത്രം മതി. അപ്പോൾ നമ്മൾ അവർ ചെയ്യുന്ന ജോലികളെ കുറച്ച് കാണാതെ നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. അത് നമ്മൾ ചില പ്രോവർബിലൊക്കെ പറയുന്നത് പോലെ